നമസ്കാരം, വിഡ് ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് സ്റ്റെഗനോഗ്രാഫി എന്ന ടെക്നോളജിയെ കുറിച്ചാണ്. എന്താണ് സ്റ്റെഗനോഗ്രാഫി? സ്റ്റെഗനോ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് സ്റ്റെഗനോഗ്രാഫി എന്ന വാക്കുണ്ടായത്. എന്താണ് സ്റ്റെഗനോ എന്ന് വെച്ചാൽ, സ്റ്റെഗനോ എന്ന ഗ്രീക്ക് പദം അർത്ഥമാക്കുന്നത് നിഗൂഢമായ അല്ലെങ്കിൽ ഒളിപ്പിക്കപ്പെട്ട എന്നാണ്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എനിവേ, നമുക്ക് മുന്നോട്ട് പോകാം. എന്താണ് പറയുന്നത്? എന്താണ് സ്റ്റെഗനോഗ്രാഫി എന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറയാം. അതായത് നിഗൂഢമായി സന്ദേശങ്ങൾ അയക്കാനുള്ള ഒരു ടെക്നോളജി, അതാണ് സ്റ്റെഗനോഗ്രാഫി. ഡിജിറ്റൽ രൂപത്തിൽ നിഗൂഢമായി നമ്മുടെ സന്ദേശങ്ങളോ ഫയലുകളോ മറ്റൊരാൾക്ക് അയക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് സ്റ്റെഗനോഗ്രാഫി. അപ്പൊ അതെന്താണ്? ഒളിപ്പിക്കുകയാണ് നമ്മുടെ ഫയലുകൾ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഫയലിനുള്ളിൽ നമ്മുടെ നിഗൂഢമായ മറ്റു ഫയലുകളോ മെസ്സേജുകളോ ഒളിപ്പിച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് എത്തിക്കുക. മുമ്പ് കാലങ്ങളിലും, അതായത് ഡിജിറ്റൽ യുഗത്തിന് മുമ്പേ തന്നെ സ്റ്റെഗനോഗ്രാഫി പ്രാബല്യത്തിൽ ഉണ്ടായിരുന്നു. മറ്റു പല രൂപങ്ങളിൽ, ഉദാഹരണത്തിന് നിങ്ങൾക്ക് അറിയാമായിരിക്കും, മെഴുകുതിരി ഉപയോഗിച്ച് നമ്മളൊക്കെ ചെറിയ ഈ ബാല്യകാലങ്ങളിലൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് മെഴുകുതിരി ഉപയോഗിച്ച് പേപ്പറിൽ എഴുതുക, വെള്ള പേപ്പറിൽ എഴുതുക, എന്നിട്ട് നമുക്ക് സുഹൃത്തുക്കൾക്ക് കൈമാറുക. ഈ മെഴുകുതിരി ഇത് കിട്ടുന്ന ആൾക്ക് മാത്രമേ അറിയുള്ളൂ ഇതിൽ മെഴുകുതിരി ഉപയോഗിച്ച് എഴുതിയിട്ടുണ്ട്. അതെന്ത് ചെയ്യുക, ചെറുതായിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ ആ മെഴുകുതിരിയുടെ എഴുതി എല്ലാം തെളിഞ്ഞു വരുന്നതായിരിക്കും. നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ഞാനൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഇത്, സ്റ്റെഗനോഗ്രാഫി എന്ന് തന്നെ പറയാം അതിനെ. അതുപോലെ ഡിജിറ്റൽ സ്റ്റെഗനോഗ്രാഫി എന്താണെന്ന് നമുക്ക് നോക്കാം. എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ സപ്പോസ് ഒരു ഫയൽ, ഒരു മെയിൽ നമ്മൾ അയക്കുന്നു. ആ മെയിലിൽ നമുക്ക് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് മെസ്സേജുകളുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് പോകണം. ആ മെയിലിന്റെ സെക്യൂരിറ്റിയെ നമുക്ക് ഇന്നത്തെ സമയത്ത് ഡിജിറ്റൽ യുഗത്തിൽ സെക്യൂരിറ്റിയെ നമുക്ക് 100% വിശ്വസിക്കാൻ കഴിയില്ല. ഓക്കെ, പാസ്വേഡ് നമ്മളെ കയ്യിലാണെങ്കിൽ പോലും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, സ്റ്റെഗനോഗ്രാഫി പോലെയുള്ള സംവിധാനങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു മെയിൽ അയക്കുന്നു. ആ മെയിൽ നമ്മളുടെ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിന് റീഡ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റ് അതോറിറ്റിക്ക് റീഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു മെസ്സേജ്, അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഫയൽ നമ്മൾ ഒരാൾ ത്രൂ മറ്റൊരാൾക്ക്, അതായത് ഒരു മെസ്സഞ്ചർ വഴിയോ അല്ലെങ്കിൽ നമ്മളൊരു സുഹൃത്ത് മുഖേനയോ മറ്റൊരു വ്യക്തിക്ക് അയക്കുകയാണ്. ആ ഇൻഫർമേഷൻ ആ വ്യക്തി മാത്രമേ റീഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ ഈ കൊടുത്തുവിടുന്ന ആളുടെ വിശ്വാസ്യത ഓഫ് കോഴ്സ് നമുക്ക് അത്രത്തോളം വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോൾ അയാൾ നമ്മുടെ ഒരു USB സപ്പോസ് ഒരു USB ഡ്രൈവിലോ ഒരു ഫിസിക്കലായിട്ട് അയക്കുകയാണ്, അതായത് ഒരു USB CD റൈറ്റ് ചെയ്തിട്ട് അയക്കുകയാണ്. നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല ഇയാള് ഇത് തുറന്ന് നോക്കുമോ, ഇതിനകത്തുള്ള ഡാറ്റ റീഡ് ചെയ്യുമെന്ന്. നമുക്ക് പാസ്വേഡ് പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നാലും ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ. പക്ഷെ അതേസമയം നമ്മൾ സ്റ്റെഗനോഗ്രാഫി ഉപയോഗിച്ച് ഒരു ഫയൽ അയക്കുകയെന്ന് വെച്ചാൽ, അതായത് മറ്റൊരു ഫയലിനകത്ത് കുറച്ച് ഇമേജസ്, കുറച്ച് നാച്ചറിന്റെ ഒക്കെ ഇമേജസ്, അതിനകത്ത് നമ്മുടെ മെസ്സേജുകൾ അല്ലെങ്കിൽ ഫയലുകളൊക്കെ ഒളിപ്പിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരാളുടെ കൊടുത്തു വിടുകയാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ മെയിൽ ത്രൂ അയക്കുക, ഏത് മീഡിയം വഴിയായിട്ട് ആയിക്കോട്ടെ. ഇപ്പൊ മറ്റൊരാൾക്ക് സംശയം തോന്നിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ നിഗൂഢതയിലേക്ക് എത്തി നോക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് എന്താ കാണാൻ കഴിയും? അവർക്കൊരിക്കലും നമ്മുടെ നിഗൂഢമായ രഹസ്യ ഫയലുകളെയോ രഹസ്യ സന്ദേശങ്ങളെയോ കാണാൻ സാധിക്കുന്നില്ല. സാധാരണഗതിയിൽ കാണപ്പെടുന്ന ഫയലുകൾ മാത്രമേ കാണുകയുള്ളൂ. കാരണം നമ്മൾ മറ്റു ഫയലുകളുടെ ഉള്ളിലായിട്ടാണ് നമ്മുടെ സന്ദേശങ്ങളും ഫയലുകളും ഒളിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ സുരക്ഷിതമായിട്ട് നമ്മുടെ ഫയലുകളെയും സന്ദേശങ്ങളെയും നമുക്ക് ആരുടെ കൺമുന്നിലൂടെയും വളരെ സംശയം കൊടുക്കാതെ വളരെ ഈസി ആയിട്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ കഴിയും. അതാണ് സ്റ്റെഗനോഗ്രാഫി എന്ന ഒരു ടൂളിന്റെ അല്ലെങ്കിൽ ടെക്നോളജിയുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ ഇപ്പോൾ സ്റ്റെഗനോഗ്രാഫിക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സ്റ്റെഗനോഗ്രാഫിക് ടൂളുകൾ ഒരു സോഫ്റ്റ്വെയർ ടൂളുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ സോഫ്റ്റ്വെയറുകളാണ്. അത് ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഫ്രീ ആയിട്ടുള്ളതും പെയ്ഡ് ആയിട്ടുള്ളതും ഉണ്ട്. ഫ്രീ വെർഷൻസ് ആയിരിക്കും നമുക്കൊക്കെ കൊമേഴ്ഷ്യലി ലാഭകരമാവുക, അല്ലെ? പിന്നെ വലിയ സൈസ് ഫയലുകളും അത്രത്തോളം കോൺഫിഡൻഷ്യാലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം പെയ്ഡ് വെർഷൻസിനെ ആശ്രയിച്ചാൽ മതിയാവും. അപ്പൊ ഞാനിപ്പോ അതുപോലെയുള്ള ഒരു ഫ്രീ സ്റ്റെഗനോഗ്രാഫിക് ടൂളായ ഓപ്പൺ സ്റ്റെഗോ എന്ന ഒരു സ്റ്റെഗനോഗ്രാഫിക് ടൂളിന്റെ ഒരു ഡെമോ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നിങ്ങളുടെ വെബ് ബ്രൗസർ തുറന്നിട്ട് ഓപ്പൺ സ്റ്റെഗോ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതിയോ? ഓക്കെ, നിങ്ങൾക്ക് ഓപ്പൺ സ്റ്റെഗോ ഹോം കിട്ടും. അതിലേക്ക് പോകാം. അവിടെ തന്നെ നിങ്ങൾക്ക് കുറെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. യൂസിങ് ഓപ്പൺ സ്റ്റെഗോ, അതിന്റെ ഗൈഡ് ലൈൻസ്, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഇനി ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഓൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഞാനത് എൻ്റെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഞാനത് ഓപ്പൺ സ്റ്റെഗോ ഇൻസ്റ്റാൾ ചെയ്യാണ് എൻ്റെ കമ്പ്യൂട്ടറിലേക്ക്. ഓക്കെ, നമ്മളിപ്പോൾ ഓപ്പൺ സ്റ്റെഗോ എന്ന ഫ്രീ സ്റ്റെഗനോഗ്രാഫിക് ടൂൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഓപ്പൺ സ്റ്റെഗോ എന്ന സ്റ്റെഗനോഗ്രാഫിക് ടൂൾ ഞാൻ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇതിന്റെ പ്രാക്ടീസ് ഫയലിനായിട്ട് ഞാനിവിടെ ഒരു ഫോൾഡർ, സ്റ്റെഗനോ എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ ഞാനിവിടെ ഇപ്പം നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് കുറച്ച് ഫയൽസ് ഉണ്ട്. എൻ്റെ മെസ്സേജ് ഫയൽ ഇതാണ്. എനിക്ക് ഈ മെസ്സേജ് ഫയൽ ഈ ഫയലിനുള്ളിലേക്ക് ഒളിപ്പിച്ച് ഒരാൾക്ക് അയക്കണമെന്നുണ്ട് സപ്പോസ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ മെസ്സേജ് ഫയൽ ഫസ്റ്റ് ഇവിടുന്ന് മെസ്സേജ് ഫയൽ എന്നാണ് ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ കാണാം. ഡാറ്റ ഹാൻഡിൽ, ഹൈഡ് ഡാറ്റ, എക്സ്ട്രാക്ട് ഡാറ്റ. ഓക്കെ, മെസ്സേജ് ഫയൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോൾഡർ ലൊക്കേഷൻ എവിടെയാണോ അവിടെ പോവുക. ഓക്കെ, അതിൽ നമ്മൾ മെസ്സേജ് ഫയൽ സെലക്ട് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ ഏത് ഫയലിനുള്ളിലേക്കാണോ ഈ ഫയൽ ഒളിപ്പിക്കേണ്ടത് ആ ഫയൽ സെലക്ട് ചെയ്യുക. അങ്ങനെ ഇപ്പോൾ ആ ഫയലും സെലക്ട് ചെയ്തു. ഇനി നമുക്കിവിടെ ഔട്ട്പുട്ട് ഫയലിന്റെ ലൊക്കേഷനും ഫയൽ നെയിമും ആണ്. ഇവിടെ ലൊക്കേഷൻ സെലക്ട് ചെയ്യാൻ ഞാനിപ്പോൾ സ്റ്റെഗനോ ആ സെയിം ഫോൾഡർ തന്നെ സെലക്ട് ചെയ്തിട്ട് ഫയൽ നെയിം സീക്രട്ട് എന്നൊരു ഫയൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഫയൽ നെയിം കൊടുക്കുക. എന്നിട്ട് ഓപ്പൺ എന്ന് ക്ലിക്ക് ചെയ്യുക, കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തായിട്ട് ഇവിടെ ഓപ്ഷൻ കാണാം പാസ്വേഡ്. ഇവിടെ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ തിരിച്ച് ഇതിൽ നിന്നും എടുക്കുമ്പോൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുമ്പോൾ പാസ്വേഡ് വേണ്ടി വരും. ഇത് സെക്യൂർ, ഏറ്റവും സെക്യൂർ ആയിട്ട് കൂടുതൽ പ്രൊട്ടക്ഷൻ കൂടുതൽ വേണമെങ്കിൽ ഇത് നമുക്ക് പാസ്വേഡ് ഇവിടെ കൊടുക്കാം. ഞാനിപ്പോൾ പാസ്വേഡ് ചെയ്യുന്നില്ല. ഓക്കെ, അതിനുശേഷം ഹൈഡ് ഡാറ്റ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വളരെ സിമ്പിൾ ആണ്. ഇത് ഡൺ ആകുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം മെസ്സേജ് M.1 കവർ ഫയൽ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് അതുപോലെ തന്നെ ഈ ഫോൾഡറിൽ കാണാം ഇതിന്റെ സെയിം ഒരു ഫയൽ ഇവിടെ കോപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ സെയിം ഒരു ഫയൽ തന്നെ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്ത ഫയലാണ് സീക്രട്ട്. അപ്പോൾ ഇതിനുള്ളിലാണ് ഇപ്പോൾ എൻ്റെ മെസ്സേജ് ഒളിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഫയൽ ആർക്കും നോക്കിക്കഴിഞ്ഞാൽ ഒരു സംശയം ഉണ്ടാവില്ല ഇതിലൊരു മെസ്സേജ് ഒളിപ്പിച്ചിട്ടുണ്ടെന്ന്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇമേജ് ഫയലാണ്. ഇതിലൊരു മെസ്സേജോ ഫയലോ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് ആർക്കും അറിയാൻ പറ്റില്ല. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തുള്ള ഫയൽ എങ്ങനെ റീഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ ഇതൊഴിച്ചിട്ട് ബാക്കിയുള്ള ഫയലുകളെല്ലാം ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, എല്ലാ ഫയൽസും ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇപ്പൊ നമ്മളെ എംബഡഡ് ഫയൽ മാത്രം, ഇമേജ് ഫയൽ മാത്രം. ഇപ്പൊ ഇത് ഞാനിത് സപ്പോസ് ഒരാൾക്ക് അയച്ചു, അയാൾക്ക് മാത്രമേ അറിയുള്ളൂ ഇതിനുള്ളിൽ ഒരു ഫയൽ എംബഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി റിസീവർ ചെയ്യേണ്ടത് നമുക്ക് ഇതിനകത്തുള്ള ഒരു ഫയൽ എങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ എക്സ്ട്രാക്ട് ഡാറ്റ എന്നുള്ള സെക്കൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഇൻപുട്ട് സ്റ്റെഗോ ഫയൽ, ഇൻപുട്ട് ഫയൽ കൊടുക്കുക. സീക്രട്ട് എന്നുള്ള ഈ ഫയൽ സെലക്ട് ചെയ്തു. ഓക്കെ, ഔട്ട്പുട്ട് ഫോൾഡർ ഫോർ മെസ്സേജ് ഫയൽ എന്നുള്ളതിൽ നമ്മൾ ഏത് ഫോൾഡറിലേക്കാണ് ഔട്ട്പുട്ട് വരേണ്ടത് സ്റ്റെഗോ എന്ന സെയിം ഫോൾഡർ തന്നെ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് എക്സ്ട്രാക്ട് ഡാറ്റ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇതിനുള്ളിൽ ഒളിപ്പിച്ചിരുന്ന ഈ സീക്രട്ട് ഫയൽ ഞാനിവിടെ എക്സ്ട്രാക്ട് ആയി പുറത്തെടുത്തിരിക്കുന്നു. സാധാരണഗതിയിൽ ആർക്കും ഇതിനുള്ളിൽ ഒരു ഫയൽ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് ഒരിക്കലും അറിയാൻ സാധിക്കുന്നതല്ല. ഞാനിപ്പോൾ അടുത്ത ഈ ഒരു ഇമേജ് ഫയലിനെ ഈ പെൻഗിൻ എന്ന ഈ ഫയലിനുള്ളിലേക്ക് ഒളിപ്പിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ മെസ്സേജ് ഫയലായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് സ്റ്റെഗനോ, ഫോൾഡർ സെലക്ട് ചെയ്യുക സ്റ്റെഗനോ. ഓക്കെ, ഈ ഇമേജ് സെലക്ട് ചെയ്തു. അതിനുശേഷം കവർ ഫയലായിട്ട് സെലക്ട് ചെയ്തത് പെൻഗിൻസ് ആണ്. ഇവിടെ ഔട്ട്പുട്ട് ഫയൽ ഞാൻ ഫോൾഡർ സെലക്ട് ചെയ്തതിനു ശേഷം ഫയൽ നെയിം വിറ്റ് എന്ന് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഇവിടെ പാസ്വേഡ്, നമുക്കൊരു പാസ്വേഡ് ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ട് 123 എന്നുള്ള പാസ്വേഡ്, കൺഫേം പാസ്വേഡ് 123 വീണ്ടും ടൈപ്പ് ചെയ്തു ഹൈഡ് ഡാറ്റ. ഓക്കെ ഓക്കെ, മെസ്സേജ് എംബഡഡ് ഇൻ ടു 1 കവർ ഫയൽസ്. ഓക്കെ, നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ് വിറ്റ് എന്ന പേരിൽ പുതിയൊരു സെയിം ഇതിൻ്റെ ഒരു ഫയൽ ഇവിടെ വന്നിരിക്കുന്നു. പെൻഗിൻസിന്റെ ഫയലാണ്. ഇമേജ് ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഇമേജ് ഫയലിനകത്ത് മറ്റ് ഫയൽ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മാത്രമേ അറിയാം, അല്ലെങ്കിൽ നമ്മൾ അയച്ചു കൊടുക്കുന്ന ആൾക്ക് മാത്രമേ അറിയാൻ കഴിയൂ. സപ്പോസ് ഞാനിപ്പോൾ ഈ 2 ഫയൽസും ഡിലീറ്റ് ചെയ്തു. ഓക്കെ, നമ്മുടെ ഫയൽ ഒളിപ്പിച്ചിട്ടുള്ള ഇമേജ് ഫയൽ മാത്രമേ ഉള്ളൂ, സ്റ്റെഗനോഗ്രാഫി ചെയ്തിട്ടുള്ള ഇമേജ് ഫയൽ. നമുക്ക് ഇതിന് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യാൻ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ എക്സ്ട്രാക്ട് ഡാറ്റ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഇൻപുട്ട് ഫയൽ സെലക്ട് ചെയ്ത് വിറ്റ് എന്നുള്ള ഇൻപുട്ട് ഫയൽ സെലക്ട് ചെയ്തു. ഫോൾഡർ ഔട്ട്പുട്ട് ഫോൾഡറും സെലക്ട് ചെയ്തു. അതിനുശേഷം എക്സ്ട്രാക്ട് ഡാറ്റ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഫയൽ എക്സ്ട്രാക്ട് ആവുന്നതല്ല. നിങ്ങൾ കണ്ടോ എന്തുകൊണ്ടാണ് എക്സ്ട്രാക്ട് ആവാത്ത? കാരണം നമ്മൾ പാസ്വേഡ് കൊടുത്തിട്ടില്ല. കറക്റ്റ് പാസ്വേഡ് കൊടുത്താൽ മാത്രമേ ഫയൽ എക്സ്ട്രാക്ട് ആവൂ. അപ്പം നമുക്ക് ഇങ്ങനെ ഡബിൾ ലെയർ പ്രൊട്ടക്ഷൻ ആയിട്ടും നമ്മുടെ സ്റ്റെഗനോഗ്രാഫിക് ഫയൽസ് അയക്കാൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഞാനിത് കറക്റ്റായിട്ട് പാസ്വേഡ് കൊടുത്തിട്ട് തന്നെ ചെയ്യാൻ പോവാണ്. ഫോൾഡർ സെലക്ട് ചെയ്തു 123 എന്ന കറക്റ്റ് പാസ്വേഡ് കൊടുത്ത് എക്സ്ട്രാക്ട് ഡാറ്റ. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഇതിനകത്ത് ഒളിപ്പിച്ച ഫയൽ ഇവിടെ നമുക്ക് എക്സ്ട്രാക്ട് ആയി. അപ്പോൾ നിങ്ങളും ഇപ്രകാരം സീക്രട്ടായിട്ട് നിങ്ങളുടെ മെസ്സേജുകളൊക്കെ കൈമാറേണ്ടവർക്ക് കൈമാറിക്കൊള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും സ്റ്റെഗനോഗ്രാഫി എന്തെന്നും അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യാം, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക, എൻ്റെ വീഡിയോസിന് ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ കമൻസുകൾ എന്നെ അറിയിക്കുക. അങ്ങനെ എനിക്ക് നിങ്ങളിൽ നിന്ന് കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത് അനുസരിച്ചിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടുതൽ വീഡിയോസ് ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഹാവ് എ നൈസ് ഡേ.